ഇതില് മനസ്സിലാക്കിയ ഒരു കാര്യം, കുറച്ച് ഇന്റേണൽ പൊളിറ്റിക്സിന്റെ റീസൺസ് കാരണം ഇത് സിൻഡിക്കേറ്റ് യോഗം രൂപീകരിക്കാൻ പറ്റുന്നില്ല. കാരണം കോടതി പറഞ്ഞാൽ മാത്രമേ ഈ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം അകത്ത് കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഇതിൽ വൈകുന്നത്. ഓക്കെ, കോടതി പറയണം. അപ്പൊ ഇനി അടുത്തൊരു സിൻഡിക്കേറ്റ് യോഗം കൂടാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ. കാരണം നിങ്ങൾക്കറിയാം റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? ഓക്കെ, സാധാരണ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സാധാരണ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും റീവാലുവേഷൻ റിസൾട്ട് വരണം. എന്നിട്ട് വേണം സപ്ലിക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടി തീരുമാനിക്കുന്നത്. പലപ്പോഴും അപ്ലൈ ചെയ്ത് എക്സാം നടന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും റിസൾട്ട് വരുന്നത്. ഓക്കെ, അത് ഡിലേ യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഡിലേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കോളേജുകളിൽ സത്യം പറയാലോ ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ സമയമില്ല. ഓക്കെ, സത്യമാണ്. പഠിപ്പിക്കാൻ സമയമില്ല. അത് ടീച്ചർമാരെ തെറ്റില്ല. ഓക്കെ, ഓരോ ദിവസവും 10-20 പേര് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒക്കെ അൺഹാപ്പിയാണ്. നിങ്ങളെ കോളേജിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് വളരെ അൺഹാപ്പിയാണ്. കാരണം അവർ പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പാഷനേറ്റഡ് ആയിട്ട് M.Tech കഴിഞ്ഞ് PhD കഴിഞ്ഞ് കോളേജിൽ പോകുന്ന സമയത്ത് അവർക്ക് മെജോറിറ്റി വർക്കും ഡോക്യുമെന്റേഷൻ വർക്കാണ്. ഓക്കെ, പലപ്പോഴും ആ ടീച്ചേഴ്സ് അൺഹാപ്പിയാണ്. ഓക്കെ, ആ ഒരു ഡോക്യുമെന്റേഷൻ വർക്ക് കൂടെ വരുന്നുണ്ട്. അവർക്ക് കുറച്ച് ഓവർലോഡാണ്. ചിലപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോടും പേപ്പർ കാണിക്കുന്നതൊക്കെ അവർ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വലിയ സിലബസ് പഠിക്കാൻ വളരെ അതൊരു സ്ട്രക്ചർഡ് അല്ല. അത് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നു. പിന്നെ വാല്യൂഷന്റെ ഭാഗത്ത് നോക്കിയാൽ ടീച്ചർമാര് വാല്യൂ ചെയ്യുന്ന ടീച്ചർമാർ വളരെ കുറവാണ്. വാല്യൂ ചെയ്യുന്ന ടീച്ചർമാർ വളരെ കുറവാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സബ്ജക്റ്റിന് ഒരുപാട് പേപ്പർ വന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഒരാൾക്ക് ഇത്ര പേപ്പർ കറക്റ്റ് ലിമിറ്റ് ഉണ്ടല്ലോ. പലപ്പോഴും ബാക്കി കുറേ പേപ്പർ വരും. ഫോർ എക്സാമ്പിൾ സിവിലിലെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി ഏതെങ്കിലും സബ്ജക്ട് ഫാക്കൽറ്റീസ് അറിയില്ല. അവർ ചില സബ്ജക്ട്സ് മാത്രമായിരിക്കും എക്സ്പെർട്ട്. ചിലപ്പോൾ സ്ട്രക്ചറിലായിരിക്കും എക്സ്പെർട്ട്. അവരുടെ കയ്യിൽ പോകുന്ന പേപ്പർ ജിയോ ടെക്നിക്കൽ. അപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റിൽ വലിയ നോളജ് ഇല്ല. ബിടെക് പഠിച്ചതായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ആൻസർ വെച്ചിട്ട് പലപ്പോഴും കറക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മാർക്ക് കൂടാനും പോകാനും ചാൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് സിസ്റ്റം ഫെയിലിയറാണ്. ആ സിസ്റ്റം ഫെയിലിയറൊക്കെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നു. ഓക്കെ, അവർ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇന്ന് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനുള്ള രീതിയിൽ ഒരാൾക്കോ ഒരു 5 പേർക്കോ കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നിങ്ങളൊരു ടീം മെമ്പേഴ്സ്, നിങ്ങളൊരു പ്രോജക്ട് ടീമിൽ നിങ്ങൾക്ക് ഒരാൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത്ര വലിയൊരു ഓർഗനൈസേഷനിൽ എത്ര വിഭാഗങ്ങൾ മാറി വരണം അല്ലേ? അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം പക്ക പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയറാണ് ഇവരെ കാണുന്നത്. ഓക്കെ, ആ സിസ്റ്റം ഫെയിലിയർ കൊണ്ട് അനുഭവിക്കുന്നവരാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, നിങ്ങളുടെ 10 പിള്ളേരിന്ന് വീട്ടിലിരിക്കുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും സിസ്റ്റം ഫെയിലിയർ കാരണമാണ് ഇവര് ബാക്കിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2019 സ്റ്റുഡൻസ് ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ 2024 സ്കീമിലായിരിക്കും നിങ്ങൾ പോവുക.